exercise question number 4, page number 173. Chitram Shradikya. In the picture, the tangent to the circumcircle of a regular pentagon through a vertex is shown. Calculate the angle which the tangent makes with the two sides of the pentagon through the point of contact. ചിത്രത്തിൽ സമപഞ്ചഭുജത്തിന്റെ ഒരു മൂലയിൽ കൂടി അതിന്റെ പരിവൃത്തത്തിന് തൊടുവര വരച്ചിരിക്കുന്നു. തൊടുവരയും തൊടുന്ന ബിന്ദുവിലൂടെയുള്ള പഞ്ചഭുജത്തിന്റെ വശങ്ങളും തമ്മിലുള്ള കോണുകൾ കണക്കാക്കുക. സോ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു സർക്കിളാണ്. സർക്കിളിന്റെ ഉള്ളിൽ ഒരു റെഗുലർ പെന്റഗൺ, സമപഞ്ചഭുജം എന്ന് പറഞ്ഞാൽ ആ പെന്റഗണിന്റെ 5 സൈഡുകളുടെ ലെങ്ത് ഈക്വൽ ആണ്, 5 ആംഗിൾസും ഈക്വൽ ആണ്. ഓക്കെ, ഇനി അതിൽ ഒരു വേർട്ടെക്സിലൂടെ ഒരു ടാൻജന്റ് വരച്ചിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ടാൻജന്റും ഇതിന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, അതായത് ഈ പോയിന്റ് ആണ്, അതും പെന്റഗണിന്റെ വശങ്ങളും തമ്മിലുള്ള ആംഗിൾസ് എത്രയാണെന്ന് കാണും. ഈ 2 ആംഗിൾസും എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം ഒരു പെന്റഗണിലെ, ഒരു റെഗുലർ പെന്റഗണിലെ ഓരോ ആംഗിൾസും എത്രയാണ്? പെന്റഗണിലെ സം ഓഫ് ആംഗിൾസ് ഓഫ് പെന്റഗൺ, പഞ്ചഭുജത്തിന്റെ കോണുകളുടെ അളവുകളുടെ തുക എത്രയാണ്? നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, 540 ഡിഗ്രി എന്നറിയാം. എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുക? നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ് n-2 × 180 ഡിഗ്രി അല്ലെ. ഉള്ളിലുള്ള കോണുകളുടെ അളവുകളുടെ തുക കാണണമെങ്കിൽ n-2 × 180 ഡിഗ്രി എന്ന ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഇവിടെ n എന്ന് പറഞ്ഞ വശങ്ങളുടെ എണ്ണാണ്. പഞ്ചഭുജത്തില് പെന്റഗണിൽ 5 വശമാണുള്ളത്. സോ 5 - 2 × 180 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് 3 × 180 ചെയ്യുമ്പോൾ 540 എന്ന് കിട്ടും. അപ്പോൾ ഒരു പഞ്ചഭുജത്തിന്റെ കോണുകളുടെ അളവുകളുടെ തുക 540 ആണ്. ഇത് റെഗുലർ പെന്റഗൺ ആണ്. റെഗുലർ പെന്റഗൺ എന്ന് പറഞ്ഞാൽ എന്താ? സമപഞ്ചഭുജം എന്ന് പറഞ്ഞാൽ എന്താ? 5 ആംഗിൾസും ഈക്വൽ ആണ്. സോ ഓരോ ആംഗിളും എത്രയായിരിക്കും? ഈച്ച് ആംഗിൾ ഓഫ് റെഗുലർ പെന്റഗൺ എത്രയാ വരിക? ടോട്ടൽ 540 ഉണ്ട്, 5 ആംഗിളും ഈക്വൽ ആണ്. സോ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 540നെ 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 108 ഡിഗ്രി എന്ന് കിട്ടും. സോ ഓരോ ആംഗിളും 108 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ആംഗിളിലും 108 എന്ന് കൊടുക്കണ്ട, ഈ ഒരു ആംഗിളിന് 108 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഒരു കോഡ് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഈ ഒരു കോഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ 2 ആംഗിൾസും എത്രയാന്ന് കണ്ടുപിടിക്കാം. ഈ സൈഡും ഈക്വൽ ആണ്, കാരണം ഇത് റെഗുലർ പെന്റഗൺ ആണ്. പെന്റഗണിന്റെ എല്ലാ വശവും തുല്യമാണ്. 2 സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ ഇത് രണ്ടും തുല്യമായിരിക്കും വേണം. ടോട്ടൽ കൂട്ടിയാൽ 180 കിട്ടണം. ഇത് 108 ആയി. അപ്പൊ 180 കിട്ടണമെങ്കിൽ 72 ആണ് ബാക്കി. ഈ 72 ഈക്വൽ ആയിട്ട് ഇതിന് രണ്ടിനും കൊടുത്താൽ ഇതും 36 കിട്ടും, ഇതും 36 കിട്ടും. ഇനി എളുപ്പമാണ്, നമുക്ക് ഈ ഒരു കോഡ്, ഈ സർക്കിളിന്റെ ഈ ഒരു കോഡ് കൺസിഡർ ചെയ്താൽ ആ കോഡിന് ഞാൻ പേര് കൊടുക്കാം. ഇത് എ എന്നിരിക്കട്ടെ, ബി സി ഡി ഇ. ഓക്കെ, ഇ എ എന്ന കോഡ് എടുക്കുക. ഈ കോഡ് സർക്കിളിലെ 2 പാർട്ടാക്കി. ഇത്രയും മേജർ പാർട്ട്, ഇത്രയും മൈനർ പാർട്ട്. മൈനർ പാർട്ടിലുള്ള ഈ ആംഗിളാണ് നമുക്ക് ആവശ്യം ആണല്ലോ. സോ ഈ കോഡ് മേജർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, 36. അങ്ങനെയാണെങ്കിൽ മൈനർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിളും എന്ത് തന്നെയാണ്? 36 തന്നെയാണ്. നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞു, ഇത് 36 ആണ്. ഇനി ഇത് എത്രയാണെന്നാണ് അറിയേണ്ടത്. അതിനുവേണ്ടി ഇത് എന്ന് പറയുന്നത് ഇത്രയും 108 ആണ്. കാരണം എ എന്ന് പറയുന്നത് റെഗുലർ പെന്റഗണിലെ ഒരു ആംഗിൾ ആണ്. ഇത്രയും 36, ഇത് 108. അപ്പോൾ ഇതെന്തായിരിക്കണം? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 180 ആണ് കിട്ടേണ്ടത് ആണല്ലോ, ലീനിയർ പെയർസ്. സോ ഇത് എത്ര തന്നെയായിരിക്കണം? 36. 36, 108, 36 കൂട്ടുമ്പോഴാണ് 180 കിട്ടുക.
സോ ഈ രണ്ട് ആംഗിൾസും എത്ര വീതമാണ്? 36 ഡിഗ്രി വീതം ആണ്. അപ്പം നമുക്കിവിടെ പേര് കൊടുക്കാം. ഇത് എ എന്ന് കൊടുത്തു. നമ്മൾ ടാൻജന്റിന് PQ എന്ന് പേര് കൊടുക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് PAEയും QABയുമായിരുന്നു. സോ നമുക്ക് എഴുതാം. We have to find angle PAE and angle QAB. അതിനു വേണ്ടിയിട്ട് we consider a chord AD. Consider chord AD. AD എന്ന ഞാൻ പരിഗണിക്കുക. Angle AED is equal to AED. ഇത് 108 ഡിഗ്രി. റീസൺ എന്താ? ആംഗിൾ ഓഫ് എ റെഗുലർ പെന്റഗൺ, ഒരു സമപഞ്ചഭുജത്തിന്റെ കോൺ. Therefore ആംഗിൾ ഈ ഡിയും ഇവിടെയുള്ള എയുമാണ് എഴുതുന്നത്. ആംഗിൾ EDA is equal to angle DAE is equal to 36 ഡിഗ്രി. കാരണം അറിയാലോ, DEയും EAയും ഈക്വൽ ആണ്. സോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കണം. സോ ഈ ട്രയാങ്കിളിൽ നമുക്ക് ഇത് രണ്ടും 36 എന്ന് കിട്ടും. ആംഗിൾ EDA is an angle made by the chord EA in the major part of the circle. Therefore, the chord EA make angle same as that of angle EDA in the minor part with the tangent. റിസൾട്ട് 5 ആണ് ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, റീസൺ ഒന്നും എക്സാമിന് ഇങ്ങനെയൊന്നും എഴുതണ്ട, കാര്യം മനസ്സിലാക്കുക, എഴുതാം. ഇത് 36 ആയതുകൊണ്ട് ഇതും എന്ത് തന്നെയാണ്? 36. Therefore, angle PAE is equal to 36 degree. Also, ഇനി നമുക്ക് ഇപ്പുറത്തത്. Also, angle PAE plus angle EAB, നിങ്ങൾ ചിത്രം മാറ്റി വരച്ച് നോക്കി എന്താ പറയുക, സെപ്പറേറ്റ് എഴുതുമ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആവും. ഒറ്റയടിക്ക് ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചിത്രം വരയ്ക്കുക, എന്നിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഓക്കെ, EAB പ്ലസ് ആംഗിൾ BAQ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രിയാണ് വരേണ്ടത്. PAE നമുക്കിപ്പോൾ കിട്ടി 36 ഡിഗ്രി എന്ന്. EAB നമ്മൾ കണ്ടുപിടിച്ചിരുന്നു 108 ഡിഗ്രി ആണെന്ന്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് BAQ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 180. 36 108 കൂട്ടുമ്പോൾ നമുക്ക് 144 വരും. 144 പ്ലസ് ആംഗിൾ BAQ 180. അങ്ങനെയാണെങ്കിൽ ആംഗിൾ BAQ എത്രയാ വരിക? 180 ഡിഗ്രിയിൽ നിന്ന് 144 ഡിഗ്രി കുറയ്ക്കുമ്പോൾ നമുക്ക് 36 ഡിഗ്രി എന്ന് കിട്ടും. സോ രണ്ട് ആംഗിളും നമ്മൾ കണ്ടുപിടിച്ചു. കാര്യം കറക്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിലേക്ക് ഏറ്റവും പ്രധാനം. എങ്ങനെ കണ്ടുപിടിക്കും? അപ്പം നമുക്ക് ആ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിലും ചോദിക്കാവുന്നതാണ്.